അലം യറൗ, മക്ക നിവാസികൾ അറിഞ്ഞിട്ടില്ലേ, അവര് മനസ്സിലാക്കിയിട്ടില്ലേ? മക്കക്കാർക്ക് മാത്രമുള്ളതല്ല, ലോകത്തുള്ള എല്ലാ അവിശ്വാസികൾക്കുമുള്ള ചോദ്യമാണ്. അലം യറൗ, ലോകത്തുള്ള മുഴുവൻ സത്യനിഷേധികളും മനസ്സിലാക്കിയിട്ടില്ലേ? കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്ര തലമുറകളിൽ ജീവിച്ചവരെയാണ് നമ്മൾ നശിപ്പിച്ചത്. എത്ര തലമുറകളിൽ ജീവിച്ച എത്ര വലിയ ആരോഗ്യവാന്മാരുണ്ടായിരുന്നു, എത്ര വലിയ ആരോഗ്യവാന്മാർ, എത്ര വലിയ പണക്കാർ, എത്ര അധികാരികളെ കൂട്ടത്തിൽ വലിയൊരു അധികാരിയല്ലേ സഹോദരങ്ങളെ ഫറോവ. എത്രമാത്രമായിരുന്നു അവന്റെ അധികാരത്തിന്റെ ഗർവ്. അധികാരികളിൽ വലിയൊരു അധികാരിയല്ലേ നുമ്രൂദ്, ലോകം വിറപ്പിച്ച വലിയ അധികാരിയല്ലേ നുമ്രൂദ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും തീയിലേക്ക് എറിയാൻ ദാർഢ്യം കാണിച്ചവന്റെ ഹുങ്കത്ര വലിയ ഹുങ്കാണ്. ആരോഗ്യവാന്മാരല്ലേ ആദ് ഗോത്രവും സമൂദ് ഗോത്രവും, അവരാരോഗ്യം ഇന്നുള്ള ബുൾഡോസറിന് പോലുമില്ല. സമൂദ് ഗോത്രക്കാർ ആരോഗ്യം ഇന്ന് ലോകത്ത് കാണുന്ന ബുൾഡോസറിനില്ല. സമൂദ് ഗോത്രക്കാര് നേർക്ക് നേരെ അള്ള നൽകിയ കൈകളെ കൊണ്ട് മലകൾ പാറകൾ തുറക്കുന്നവരാണ്. നമ്മളെ കൈ കൊണ്ടൊരു പാറ തുറക്കാൻ പറ്റോ? അവരെ കൈ കൊണ്ടവര് പാറ തുറന്ന് പാറ കൊണ്ടവര് വീടുണ്ടാക്കിയവരാണ്. ഒന്നും രണ്ടുമല്ല, 1000 പട്ടണങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. കുല്ലുഹാ മിനൽ ഹിജാറ, ആ സിറ്റികൾ മുഴുവനും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. മണ്ണും കല്ലും ചേർത്തിട്ട് റെഡിയാക്കി വെച്ചതല്ല, ഫുള്ള് കല്ല്. ചുമരും കല്ല്, മേൽക്കൂരയും കല്ല്, റൂമ് തിരിച്ചതും കല്ല്, സൺസൈഡും കല്ലും ഒക്കെ കല്ല്. നമ്മൾ കല്ല് കൊണ്ടുണ്ടാക്കിയ പള്ളി കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു പള്ളി, ചുമരും അതിന്റെ മേൽക്കൂരയൊക്കെ കല്ല് തന്നെ, ഫുള്ള് കല്ല്. അങ്ങനെ ഒരു പള്ളി കണ്ടാൽ നമ്മൾ എത്ര അതിശയത്തോട് നോക്കും. മൊബൈൽ നിറയെ ഫോട്ടോ ഒരു സന്തോഷം കൊണ്ട്, അത്ഭുതം കൊണ്ട്, കല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചു. എത്ര വലിയ ആരോഗ്യവാന്മാരാ സഹോദരങ്ങൾ. ഇന്ന് റോട്ടിലൊക്കെ നോക്ക് നിങ്ങൾ, ഒരു ബുൾഡോസർ ഇല്ല, എത്രമാത്രം വലിയ വില ഉണ്ട്. എന്നാ അതിലും വേണ്ട ഇന്ധനം നിറയ്ക്കുക. ഈ സമൂദ് ഗോത്രക്കാരെന്ന് പറഞ്ഞ മനുഷ്യന്മാർ എത്ര വലിയ ആചാനുഭാവുക്കളാ. അവരൊരു വിരലുകൊണ്ട് തോണ്ടിയാ മതി, നമ്മളെ ശ്വാസം കൊടുക്കും. അത്രയും വലിയ ആരോഗ്യവാന്മാരാണ് അവർ. പറയുന്നവരെ പറ്റി, നിങ്ങൾ പർവ്വതങ്ങളെ വീടുകളാക്കി മാന്തി തുരന്നുണ്ടാക്കാൻ നമുക്ക് കഴിവന്നില്ലേ എന്ന് ചോദിക്കാം. വലിയ വലിയ മലകളിൽ അവര് വീടുകൾ ഉണ്ടാക്കുകയാണ്. ഒരു പ്രയാസമില്ല. ഉപകരണങ്ങളെ കൊണ്ടല്ല സഹോദരങ്ങളെ, സ്വന്തം കൈകളെ കൊണ്ട്. എത്ര ഇതിന്റെ ആരോഗ്യം, എത്ര ഇതിന്റെ ശക്തി. ആദ് ഗോത്രക്കാരെന്ന് പറഞ്ഞാൽ അവര് വെല്ലുവിളിച്ചവരാണ്. ഞങ്ങളെക്കാൾ ശക്തന്മാർ ലോകത്താരുണ്ട്? മൻ അശദ്ദു മിന്നാ ഖുവ്വാ, ഞങ്ങളെ വെല്ലാൻ പറ്റുന്ന ശക്തിയുള്ള ആരോഗ്യമുള്ള ആളുകൾ ലോകത്താരുണ്ട്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഇവരെ പടച്ചൊരു റബ്ബില്ലേ, ആ റബ്ബിനുള്ള ശക്തി ഇവര് മനസ്സിലാക്കിയിട്ടില്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ആദ് ഗോത്രക്കാരുടെ നീളത്തെ പറ്റി പറഞ്ഞപ്പോ ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാളുടെ മുഴം തന്നെ 400 മുഴണ്ട്. 400 മുഴ എത്ര ഉണ്ടാവും? നമ്മളെ ഈ പള്ളി 100 മുഴ ഉണ്ടാവില്ല. പള്ളി മൊത്തം കൂട്ടിയാൽ മിനാരത്തിന്റെ ലാസ്റ്റ് എന്റെ വരെ എത്തിയാൽ ഒരു 40-35 മുഴ അങ്ങനെ ഉണ്ടാവും. 40 അവിടുന്ന് കൊണ്ട് ബാക്കി 360 കൂട്ടണം. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഇതിനൊക്കെ നീളം. അവരിപ്പോ ഭൂമിയിലുണ്ടെങ്കിൽ എന്ത് സുഖാന്നറിയാം. അങ്ങനെ പോകുമ്പോ തേങ്ങ ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവാം. എത്ര സുഖ. ഒരു ദിവസം ഈ നാട്ടിലെ പഞ്ചായത്തിലെ മൊത്തം തേങ്ങ, അല്ലെങ്കിൽ ജില്ലയിലെ മൊത്തം തേങ്ങ ഒരാൾക്ക് ഇടാൻ പറ്റും. നമ്മളിതിങ്ങനെ വലിച്ചു കേറിയിട്ടല്ലേ സമയം പോകുന്നത്. അവർക്ക് താഴെ തന്നെ ഇങ്ങനെ ആക്കാൻ. എത്ര വലിയ നീള, എത്ര വലിയ ആരോഗ്യ. ഭൂമിയിൽ സ്വർഗമുണ്ടാക്കിയ ആളുകളാണ് ആദ് ഗോത്രക്കാർ. അറിയോ സഹോദരങ്ങളെ, അത്രമാത്രം കഴിവ്. ഭൂമിയിൽ സ്വർഗം പണിതു 300 കൊല്ലമെടുത്തിട്ടാണ്. ആദ് എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ മക്കളിൽ ഷദ്ദാദ്, ഷദീദ് എന്ന് പറയുന്ന മക്കളിൽ ഷദ്ദാദ് എന്ന് പറയുന്ന മകൻ ഭൂമിയിൽ സ്വർഗം പണിത്. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല, ആയത്ത് ഇവിടെ എത്തൂല. ഷദ്ദാദ് എന്ന് പറയുന്ന മകൻ 300 കൊല്ലം എടുത്ത് ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടാക്കി. സ്വർഗത്തിൽ പൊതുവെ 4 പുഴയല്ലേ.
ഒന്ന് വെള്ളത്തിൻ്റെത്, ഒന്ന് പാലിൻ്റെത്, ഒന്ന് തേനിൻ്റെത്, മറ്റൊന്ന് ഖംറിൻ്റെത്. ഇവിടുത്തെ കള്ളല്ല, അങ്ങനെ കൂട്ടരുതേ, അങ്ങനല്ല, അത് വേറെ. ഈ 4 നദികളും അവർ ഒഴുക്കി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അതിന്റെ ചുമരി മുഴുവനും സ്വർണം കൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു സ്വർണത്തിന്റെ കട്ടകൾ കൊണ്ടുവന്ന് സ്വർണത്തിന്റെ ചുമരുണ്ടാക്കി. കാരണം അവർ പഠിച്ച അധ്യായങ്ങളിലുണ്ട് സ്വർഗത്തിന്റെ ചുമര് സ്വർണ്ണക്കട്ട കൊണ്ടുള്ള ചുമരാണ്. അപ്പൊ അവർ തീരുമാനിച്ചു സ്വർണ്ണക്കട്ടകൾ ശേഖരിക്കണം. എന്നിട്ട് സ്വർണ്ണക്കട്ടകൾ വെച്ചിട്ട് ഒന്ന് ആലോചിച്ചു, ആ ചുമരിന്റെ ഒരു പൊട്ട് കിട്ടിയാൽ നമുക്ക് മൊത്തം ജീവിക്കാം, നമ്മളെ തലമുറക്ക് മൊത്തം. ആ കട്ട മൊത്തം വേണ്ട, അവരാ വെച്ച ആ ഇഷ്ടികയിൽ നിന്നൊരു കഷ്ടം കിട്ടിയ പോലെ 300 കൊല്ലത്തിന്റെ സാഹസികത കൊണ്ട് ഭൂമിയിൽ നല്ലൊരു സ്വർഗം ഉണ്ടാക്കി. പക്ഷേ ആ സ്വർഗത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ ശദ്ദാദ് എന്ന് പറയുന്ന അള്ളാഹുവിനെ വെല്ലുവിളിച്ച മനുഷ്യന് അള്ളാഹു അവസരം കൊടുത്തില്ല. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, അസ്രായീലേ, ആരുടെയെങ്കിലും റൂഹ് പിടിക്കുമ്പോ മനസ്സിന് വേദന വന്നിരുന്നോ? ഉണ്ട്. പൂർവീകരിൽ 300 കൊല്ലം കൊണ്ട് സ്വർഗമുണ്ടാക്കിയൊരു മനുഷ്യൻ ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് പരാവരങ്ങളുമായി നിന്റെ മുറ്റത്തെത്തിയപ്പോ ഉദ്ഘാടനത്തിന് വേണ്ടി തുറക്കാൻ വേണ്ടി സമയം കാത്തിരിക്കുമ്പോ ആ ടൈമിൽ നീ എന്നോട് പറഞ്ഞല്ലോ, അല്ലാഹ് ഇപ്പൊ പിടിക്കണം. കാല് മുന്നിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് ശദ്ദാദിന്റെ റൂഹ് പിടിച്ചുപോയി. ആസ്വദിക്കാൻ അവന് യോഗമില്ല. അള്ളാഹുവിനെ സ്വർഗമുണ്ടാക്കി വെല്ലുവിളിക്കാൻ മാത്രം മല്ലുള്ള മനുഷ്യന്മാര് ഇന്ന് ലോകത്താരെങ്കിലുണ്ടോ? സഹോദരങ്ങളെ, ഒരു ചെറിയ രോഗം വന്നിട്ട് മരുന്ന് കണ്ടെത്താത്ത ആളുകളല്ലേ ഇന്ന് ലോകത്തുള്ളവര്? മരുന്നുണ്ടോ? മരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജപ്പാനിൽ, എവിടെ, ചൈനയിലോ ലോക്ക്ഡൌൺ അല്ലേ? ഇപ്പോഴും ലോക്ക്ഡൌൺ അല്ലേ? അല്ലേ? പത്രത്തിൽ നിങ്ങൾ വായിച്ചത് ലോക്ക്ഡൌൺ അവിടൊക്കെ. മരുന്നിനെ എന്ത് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഇൽമും ബുദ്ധിയൊക്കെ ഇവിടെ. വെല്ലുവിളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ലോകത്ത്. ഞങ്ങൾ ആ വെല്ലുവിളി എന്നൊക്കെ പറയാൻ പലരും ഉണ്ട്. ശക്തി എവിടെ? കഴിവെവിടെ? ആ ശദ്ദാദ് ഉണ്ടാക്കിയ സ്വർഗം പോയിട്ട് അതിലൊരു വരാന്ത, ഒരു ചുമര്, ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് കഴിയും. അപ്പൊ പൂർവീകരൊക്കെ നമ്മളെക്കാളും ശക്തന്മാരായിരുന്നു. ആലോചിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. മക്ക മുശ്രിക്കുകളോട് പറഞ്ഞു, വെല്ലുവിളിക്കണ്ട, നിങ്ങളെക്കാളും എത്രയോ ആയുസ്സും സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. ഇവര് മനസ്സിലാക്കിയിട്ടില്ലേ നബിയേ, ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നമ്മൾ നശിപ്പിച്ചത്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഒരു കാലത്തും മക്കക്കാരിലേക്ക് അവർ മടങ്ങി വരൂലല്ലോ. ഇവർക്കും മടക്കമില്ലാത്തൊരു പോക്ക് പോകാനുണ്ട്. ഇവരെ നശിപ്പിച്ചാലും ഈ നാട്ടിലേക്ക് ഇവര് മടങ്ങി വരൂല. ആലോചിച്ചിട്ടില്ലേ ഇവര്? ഈ ഒരായത്തില് ഈ ഉമ്മത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ തലമുറകളും പെട്ടു. ഏതെല്ലാം തലമുറ? സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുന്ന് ഇങ്ങോട്ടുള്ള തലമുറകൾ മൊത്തം അല്ലാഹു തആല ഉൾപ്പെടുത്തി. അതിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുണ്ട്. ധാരാളം ആളുകളുണ്ട്. നശിപ്പിക്കപ്പെട്ടത് ഒരു വിഭാഗത്തെ മാത്രമല്ല, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുണ്ട്. വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ടാണ് അവരൊക്കെ നശിപ്പിക്കപ്പെട്ടത്. അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എന്റെ നബിയോട് വെല്ലുവിളിക്കണ്ട, നിങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവെനിക്കുണ്ട്. അതിനേറ്റവും വലിയ തെളിവ്, മക്കക്കാരെ, നിങ്ങളൊന്ന് ഷാമിലേക്ക് പോകുമ്പോ, യമനിലേക്ക് പോകുമ്പോ, നിങ്ങൾ തബൂക്കിലൂടെ
നാട്ടിലൂടെയല്ലേ വാഹനം ഓടിച്ചു പോകാറുള്ളത്. തബൂക്ക് എന്ന് പറയുന്ന നാട് ആര് താമസിച്ച നാടാണ്? സമൂദ് ഗോത്രക്കാര് താമസിച്ച നാടാണ്. നിങ്ങൾ ഫലസ്തീനിലേക്ക് പോകുമ്പോ ജോർഡാൻ വഴിക്കല്ലേ പോകാറുള്ളത്. ജോർഡാനിന്റെ ഒരു ഭാഗത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം താമസിച്ചിരുന്ന ഈ നഗരങ്ങളുണ്ട്. ആ നഗരങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കീമേലായി മറിച്ചിട്ട് ഇന്നവിടെ ഒരു ചാവുകടൽ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. അവിടെയുള്ള ഫലഭൂയിഷ്ടമായ ഭൂമികൾ എവിടെ? അവിടെയുള്ള നല്ല നല്ല തോപ്പുകൾ എവിടെ? ആരാണതൊക്കെ കൊണ്ടുപോയത്? 4 ലക്ഷം വരുന്ന ജനതയെ ഒരൊറ്റ രാത്രിയില് 2 മലക്കുകൾ ആ നാടിന്റെ പല ഭാഗത്തും വന്നിട്ട് ഒന്നിങ്ങനെ പൊക്കി മേലോട്ട് പൊക്കിയിട്ട് ഒന്ന് മറിച്ചിട്ടതാ. ഒരൊറ്റെണ്ണവും ബാക്കിയില്ല. ആ നാട്ടിലൂടെയല്ലേ നിങ്ങൾ സഞ്ചരിക്കാറുള്ളത്. അവരെ പറ്റി ഒന്ന് ചിന്തിക്കണേ. എന്നിട്ട് എന്റെ ഹബീബിനോട് നിങ്ങൾ എതിർക്കണേ. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഞങ്ങളാണ് വലിയവരെന്ന് വെല്ലുവിളിക്കുന്ന ആര് കിബ്രന്മാർ ലോകത്തുണ്ടോ അവരോടൊക്കെ അല്ലാഹു പറയുന്നു, പൂർവീകരിലേക്കൊന്ന് ചിന്തിക്കണം. എത്ര പേരെയാ നശിപ്പിച്ചത് എന്ന് ആലോചിക്കണം. അള്ളാഹുവിന് ഒരു കഴിവ് കുറവുമില്ല. അവരൊക്കെ നശിപ്പിച്ച അല്ലാഹു തആലക്ക് നിങ്ങളെ നശിപ്പിക്കാന്നുള്ള ഒരു പണിയില്ല. ഒരു ചെറിയ ഓർഡർ കൊടുത്താൽ മതി. പിന്നെ എന്താ നശിപ്പിക്കാത്തതെന്നറിയോ? എന്റെ ഹബീബ് നിങ്ങളിലാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി. ആ മുത്തായ തങ്ങളെ പരിഗണന വെച്ചുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചോട്ടെ, മനസ്സിലായിക്കോട്ടെ, ചിന്തിച്ചോട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ബാക്കി വെക്കുന്നത്. ശിക്ഷിക്കാനുള്ള കഴിവുണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളെ ശിക്ഷിക്കണമെങ്കിൽ എനിക്ക് എന്റെ ഹബീബിന്റെ പെർമിഷൻ വേണം. പലപ്പോഴും ചോദിച്ചിട്ട് ആ പെർമിറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്റെ ഹബീബിനെ ത്വായിഫിൽ വെച്ച് കല്ലെറിഞ്ഞു. സമ്മതം ചോദിച്ചു, മലക്കിനിറക്കി കൊടുത്തിട്ട് വിശാലമായ റഹ്മത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വേണ്ട. ഉഹദിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടി. അപ്പോഴും ശത്രുക്കളെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് അല്ലാഹു തആല അനുവാദം ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു വേണ്ട. ആ ഒരു കനിവ് കൊണ്ട് ജീവിക്കാണ് നിങ്ങൾ. അള്ളാഹുവിന് കഴിവ് കുറവൊന്നുമില്ല. പൂർവികരുടെ മൊത്തം ചരിത്രം ഈ 31-ാമത്തെ ആയത്തില് അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നമ്മൾ നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലേ?